മരണത്തെ പേടിയുള്ള ആൾക്കാരുണ്ടോ ആരെങ്കിലും? മരണത്തെ നമ്മൾ പേടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ കൂടുതൽ പ്രേമിക്കുന്നു എന്നാണ് അർത്ഥം. അമിതമായിട്ട് മരണത്തെ പേടിക്കരുത്. നിങ്ങൾ കൃത്യമായി നിങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ മരണത്തെ എന്നല്ല ഒന്നിനെയും പേടിക്കരുത്. മരണത്തെ എന്നല്ല ഒന്നിനെയും പേടിക്കരുത്, ഒന്നിനെയും ഭയപ്പെടരുത്. മരണത്തെ എന്തുകൊണ്ടാണ് പേടിക്കുന്നത്? യഥാർത്ഥം നമ്മൾ അറിയാത്തതുകൊണ്ടാണ്. പണ്ടുതൊട്ടേ നമ്മോട് പറഞ്ഞു തന്നിട്ടുണ്ട്, മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ടുപോയി കത്തിക്കും, നിങ്ങളെ കരിച്ചു കളയും. കാരുണ്യവാനായ ആ സൃഷ്ടാവ് പ്രപഞ്ചം നിങ്ങളെ കൊണ്ടുപോയി കത്തിക്കാൻ പോവല്ലേ. എവിടെ കത്തിക്കാൻ? നിങ്ങൾ അത്ര വലിയ പാപങ്ങളൊന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ തിരിച്ചറിയണം. നിങ്ങൾ ചെയ്തൊന്നും പാപങ്ങളല്ല. ഇതൊക്കെ ഈ നിമിഷം തന്നെ ആ പാപം ഇല്ലാതെയായി പോവും. നിങ്ങളുടെ സോളിനെ തിരിച്ചറിഞ്ഞ, നിങ്ങളുടെ ആത്മാവിനെ, നിങ്ങളുടെ ഈശ്വരനെ, നിങ്ങളുടെ ദൈവത്തിനെ, അള്ളാഹുവിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ആ പാപമെല്ലാം ഉരുകി കരിഞ്ഞു പോവും, അലിഞ്ഞു പോവും. എല്ലാ മതഗ്രന്ഥങ്ങളിലും പറയുന്നു, നിങ്ങൾ ഈ ശരീരത്തിനകത്ത് ശരീരമാകുന്ന ഈ വാഹനത്തിനകത്തേട്ട് നിങ്ങൾ കയറുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മത്തിൽ, ആലമുൽ അർവാഹിൽ, ആകാശലോകത്ത് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരുന്നു. നിങ്ങൾ വീണ്ടും അങ്ങോട്ട് തന്നെയാണ് പോണത്. പിന്നെ ഇത് മരിച്ചു എന്ന് പറഞ്ഞാൽ ഈ ശരീരം പോയിന്ന് മാത്രമേ ഉള്ളൂ, നിങ്ങൾ ഇല്ലാതാകുന്നില്ല. പിന്നെ എവിടെയാ നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? നിങ്ങൾ ആരെയാ ഭയപ്പെടുന്നത്? നിങ്ങൾ ഇല്ലാതാവൂല. ഏറ്റവും വലിയ പേടി, മനുഷ്യന്റെ ഏറ്റവും വലിയ പേടി എന്ന് പറഞ്ഞാൽ മരണഭയമാണ്. മരിച്ചാലും നിങ്ങൾ ഇല്ലാതാവൂല എന്ന് നിങ്ങൾക്ക് സ്വയം ബോധ്യം വന്നു കഴിഞ്ഞാൽ പിന്നെ ആ മരണം എപ്പോഴും വന്നോട്ടെ എന്നല്ലേ നിങ്ങൾ എന്തിക്കോളും. ആരും മരണത്തിലിട്ട് പോകരുത്. മരണം വരികയാണ് വേണ്ടത്. നമ്മളിവിടെ വന്ന ഒരു ഡ്യൂട്ടിക്കാണ്. ഇവിടെ നമ്മൾ ചുമ്മാ ഒരുമിച്ച് കൂടിയതല്ല. നമ്മളെല്ലാം ഒരിക്കൽ ഒരുമിച്ച് കൂട്ടപ്പെട്ടിട്ടുണ്ട്. ഏത് മതത്തിലെയും ആളെ നിങ്ങൾ കൊണ്ടുവരാം, അവരുടെ മതഗ്രന്ഥം വച്ചുകൊണ്ട് തന്നെ ഞാൻ സ്ഥാപിച്ചു കൊടുക്കാം. നിങ്ങളുടെ സൃഷ്ടാവിനെ നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ, സൃഷ്ടാവിനെ അറിഞ്ഞ്, മനുഷ്യനിലേട്ടാണ് ദൈവം നോക്കുന്നത്, നിങ്ങളുടെ ഹൃദയത്തിലേട്ടാണ് ദൈവം നോക്കുന്നത്. എല്ലാ മതഗ്രന്ഥങ്ങളിലും, ഖുർആനിലും, ബൈബിളിലും, ഗീതയിലും ഒക്കെ നിങ്ങളുടെ ഹൃദയത്തിലേട്ടാണ് ദൈവം നോക്കുന്നത്. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു തരി വെട്ടെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു പരിപാടി പോലും പങ്കെടുക്കാൻ പറ്റൂല. നിങ്ങൾക്ക് ഇങ്ങനെ വന്ന് ഇരിക്കാൻ പോലും നിങ്ങളുടെ മനസ്സ് സമ്മതിക്കൂല. ചാടിപ്പോൻ തോന്നും.